സകല ബൈബിളും സകല ഖുറാനും ഞാൻ പറഞ്ഞു നിർക്കുക. ബൈബിളും ഖുറാനും ഭഗവത്ഗീത ഒന്നും ലോകത്തില്ലെങ്കിലും അതിനകത്തുനിന്ന് ഒരു മൊട്ടുസൂചി പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതേ സമയത്ത് ആശാരിയും മൂശാരിയും ഈ നാട്ടിനകത്തെ കൃഷിക്കാരും അതുപോലുള്ള ആളുകൾ ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവന്നതിന്റെ തുടർച്ചയ്ക്കകത്താണ് ശാസ്ത്രമുള്ളത്. അതിനകത്ത് ഈ ആളുകളുടെ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല. ആളുകളല്ല, ഈ പറയുന്ന ബൈബിളോ ഖുറാനോ ഒന്നും ലോകത്തുണ്ടായില്ലെങ്കിലും ഒന്നും സംഭവിക്കത്തില്ല. ബൈബിൾ ഇല്ലായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്തത് ഈ ഇതുണ്ടാക്കിയവനാണ്, ഈ കസേര ഉണ്ടാക്കിയവനാണ്. ഇതിനെയെല്ലാം ഒട്ടും തന്നെ ക്രിസ്ത്യാനിറ്റി സ്വാധീനിച്ചിട്ടില്ല, അല്ലെങ്കിൽ ബൈബിളിലെ ആശയങ്ങൾ സ്വാധീനിച്ചിട്ടില്ലെന്നാണോ താങ്കൾ പറയുന്നത്? ഒരു ഉത്തരം ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഐ വോണ്ട് ടു കണ്ടിന്യൂ, കാരണം ഞാൻ പൂർത്തീകരിച്ചിട്ടില്ല. ദയവായി എനിക്ക് അല്പം സമയം തരൂ. ലോകത്തുള്ള എല്ലാ ഫിലോസഫിയും അതാത് പ്രദേശത്ത് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാനുള്ള തരത്തിലുള്ള അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്. രാജാക്കന്മാർക്ക് വേണ്ടി ഉണ്ടായതല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാലോ? ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന രാജാവ് ഉപയോഗിച്ചുണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ക്രിസ്തുമതം ഉള്ളത്. യേശു ക്രിസ്തുവായിട്ട് അതിനൊരു ബന്ധമില്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.